നമ്മുടെ ഉപബോധ മനസ്സ് അഥവാ സബ് കോൺഷ്യസ് മൈൻഡിന് അറിയുന്ന ഒരു ലാംഗ്വേജ് ആണ് ഇമോഷൻസ് എന്ന് പറയുന്നത്. ഇമോഷൻസ് നമ്മുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. ഇമോഷൻസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ഇമോഷൻസും ഉണ്ട്, നെഗറ്റീവ് ഇമോഷൻസും ഉണ്ട്. പോസിറ്റീവ് ഇമോഷൻസ് എന്ന് പറയുമ്പോൾ അതിൽ സ്നേഹം, പീസ്, ജോയ്, കറേജ് ഇങ്ങനെയുള്ള കുറച്ച് ഇമോഷൻസുകളാണ് പോസിറ്റീവ് ഇമോഷൻസ് എന്ന് പറയുന്നത്. നെഗറ്റീവ് ഇമോഷൻസ് എന്ന് പറയുന്നത് ആങ്കർ, ഗിൽട്ട്, ഷെയിം ഇങ്ങനെയുള്ള വളരെ താഴ്ന്ന ലെവലുള്ള ഇമോഷൻസുകളാണ് നെഗറ്റീവ് ഇമോഷൻസിൽ ഇരിക്കുന്നത്. നമ്മൾ ഇതിൽ ഏത് ഇമോഷൻസിലാണ് നിൽക്കുന്നത് ആ ഇമോഷൻസ് നമ്മുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. നമ്മൾക്കറിയാം, നമ്മൾ എന്തിലാണോ ഫോക്കസ് കൊടുക്കുന്നത് അത് മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ഇമോഷൻസിലും അത് വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. നമ്മൾ ജോയിലാണ് കൂടുതൽ നിൽക്കുന്നതെങ്കിൽ ആ ജോയ്ഫുൾ ആയുള്ള മൊമെന്റ്സുകൾ നമ്മുടെ ലൈഫിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ജോയ്ഫുൾ ആയിട്ടുള്ളതും സ്നേഹത്തോടു കൂടിയുള്ള എന്തിനാണ് നമ്മുടെ ഫോക്കസ് അത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതേപോലെ തന്നെ നെഗറ്റീവ് ഇമോഷൻസുകളായിട്ടുള്ള ഷെയിമില്, ദേഷ്യത്തില്, ആങ്കറില് അഥവാ ഗിൽട്ടില്, റീസൺമെന്റ് ഇങ്ങനെയുള്ള ഇമോഷൻസിലാണ് നമ്മൾ കൂടുതൽ നിൽക്കുന്നതെങ്കിൽ അതുപോലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്കിവിടെ ചോയ്സ് ഉണ്ട്, ഏത് ഇമോഷൻ സെലക്ട് ചെയ്യണം എന്നുള്ളത്. ജോയ് സെലക്ട് ചെയ്യണോ അതോ ആങ്കർ സെലക്ട് ചെയ്യണോ, ഇങ്ങനെയുള്ള ചോയ്സസ് ഉണ്ട്. അപ്പോൾ കൂടുതലും ആളുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും പോസിറ്റീവ് ഇമോഷൻസുകളായിട്ടുള്ള ജോയ്, പീസ്, ലവ് എന്നതിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനും ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താനും ശ്രമിക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഞാൻ ഈ പറഞ്ഞ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. സ്റ്റേ ഹെൽത്തി.